സൈലന്റ് ആയിട്ട് 10 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മഹൽ പ്രസിഡന്റ്, മഹലിൻ്റെ ആദരണീയനായ സെക്രട്ടറി, മഹൽ ഭാരവാഹികൾ, മദ്രസയുടെ ഉത്തരവാദിത്തമുള്ള ബഹുമാനപ്പെട്ട സദറുസ്താദ് അടങ്ങുന്ന പണ്ഡിതന്മാർ, അധ്യാപകർ, മഹലിൻ്റെ നട്ടെല്ലുകളായ കാരണവന്മാർ, ഭാവിയുടെ വലിയ പ്രതീക്ഷകളായ വിദ്യാർത്ഥിനികളെ, നാം ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസത്തിലാണ്. ഈ പ്രഭാതത്തിൽ ചാറ്റൽ മഴ നിലനിൽക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിന് വേണ്ടി പ്രായമായ ഉപ്പമാരും രക്ഷിതാക്കളും ചെറിയ മക്കളും വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വരികയും നമ്മുടെ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും സ്നേഹവും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എന്ന് നാം വിളംബരം ചെയ്തുകൊണ്ട് ഈ ത്രിവർണ്ണ പതാക നാം ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. 200 വർഷത്തിലധികം നമ്മുടെ രാജ്യം ഭരിക്കുകയും കൊള്ളയടിക്കുകയും ഈ രാജ്യത്തിൻ്റെ സമ്പത്തും സംസ്കൃതിയും എല്ലാം മുച്ചൂടം മോഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയെ കോളനിവൽക്കരിക്കുവാനും ഇന്ത്യയെ അടക്കി ഭരിക്കുവാനും വന്ന പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും എല്ലാം നിലകൊണ്ടിട്ടുള്ളത്. ആ 200 വർഷത്തെ നമ്മുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യൻ ജനതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി രക്തം ചിന്തിയവരുണ്ട്, വെടിയേറ്റ് വീണവരുണ്ട്, പലായനം ചെയ്യേണ്ടി വന്നവരുണ്ട്, സത്യാഗ്രഹം കിടന്നവരുണ്ട്. അവരുടെ എല്ലാം വീരസ്മരണകൾക്ക് മുമ്പിൽ നമ്മളിപ്പോൾ താഴ്മയോടെ അവരെയെല്ലാം അനുസ്മരിക്കുകയാണ്. മഹാത്മാഗാന്ധി, ആ ഗാന്ധിയെ പോലും ഇന്ന് വിസ്മരിക്കപ്പെടുന്ന ഒരു സമകാലികമായ ഭരണകൂട അന്തരീക്ഷത്തിൽ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ജീവനും ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ മൂല്യവും ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ സംസ്കൃതിയും തിരികെ കൊണ്ടുവരുന്നതിന് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ തയ്യാറാകണമെന്നും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല് ഒരിക്കലും തകർന്നു പോകരുത് എന്നും ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഈ രാജ്യത്തിൻ്റെ മഹത്വം ഇനിയും വാനോളം ഉയരുന്നതിനുതകുന്ന ഭരണം ഈ രാജ്യത്തുണ്ടാകണമെന്നും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഡിവിഷനുകൾ ഉണ്ടാകരുതെന്നും വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകുന്ന പ്രതീക്ഷകളുണ്ടാകുന്ന നിയമ നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും പരീക്ഷകൾ സുതാര്യമാകണമെന്നും ഗ്രാമങ്ങളിൽ നല്ല വികസനമുണ്ടാകണമെന്നും ISROയിൽ നിന്നുയരുന്ന റോക്കറ്റുകളോ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഉയർന്നു പോകുന്ന കെട്ടിടങ്ങളോ അല്ല ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്നത്. ഗ്രാമങ്ങളിൽ താഴെത്തട്ടിലുള്ളവരിൽ, ദളിതരിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അധികാരത്തിലേക്കും പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലേക്കും എത്തുന്ന രൂപത്തിൽ ജാതി ചിന്തകൾക്കതീതം, മതചിന്തകൾക്കതീതമായി ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാന്യമായ നീതിപരമായ ഭരണം നമുക്ക് ഇനി ഉണ്ടാകണമെന്ന വലിയ പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട റിഫാഇയ്യ ജമാഅത്ത്, അതുപോലെ തന്നെ ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ, അതിൻ്റെ ഭാരവാഹികൾ, PTA അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, പൊതുസമൂഹം എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഈ പതാക ഉയർത്തുമ്പോൾ കഴിഞ്ഞുപോയ എല്ലാ കാർമേഘങ്ങളും മായട്ടെ, പ്രതീക്ഷയുടെ സൂര്യൻ ഉദിക്കട്ടെ, സൗഹൃദത്തിൻ്റെ നക്ഷത്രങ്ങൾ പുഞ്ചിരി തൂകട്ടെ, സ്നേഹം മരിക്കാതിരിക്കട്ടെ, നമുക്ക് ജീവിക്കാം. രാജ്യത്തിന്, എൻ്റെ രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട്, ഹൃദയമാണ് എൻ്റെ ഭൂമി എന്നറിയിച്ചുകൊണ്ട് റിഫാഇയ്യ ജമാഅത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം പതാക ഉയർത്തൽ ചടങ്ങ് അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ച്